بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. وما هم بسكارى ولكن عذاب الله شديد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മഹാന്മാരായ പണ്ഡിതന്മാരെ, ദീനിൻ്റെ സഹായികളായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു സ്വാലിഹായ അമലാക്കി തരട്ടെ. അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും നമുക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹിൻ്റെ പൊരുത്തത്തിൻ്റെ ജീവിതവും പൊരുത്തത്തിൻ്റെ മരണവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. പേടിക്കപ്പെടേണ്ട സകല മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ഒക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകട്ടെ. ഇസ്രായേലിയത്തിന് അള്ളാഹു തആല പരാജയം നൽകട്ടെ. ഇസ്രായേലികൾക്ക് അള്ളാഹു പരാജയം നൽകട്ടെ. ഫലസ്തീനികൾക്ക് അള്ളാഹു മോചനം നൽകട്ടെ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു മോചനം നൽകട്ടെ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു മോചനം നൽകട്ടെ. അവരെ കൊല്ലാക്കൊല ചെയ്യുകയും അവരുടെ കബന്ധങ്ങൾ പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തമ്മാടികളായ ഇസ്രായേലികൾക്ക് അള്ളാഹു അവൻ്റെ ശാപം ചൊരിയട്ടെ. അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഒരുമയിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ഒരു ക്ലാസ് മുടങ്ങിപ്പോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ക്ലാസ്
ഒരു കൊല്ലത്തിലേറെയായി വളരെ കൃത്യമായും അച്ചടക്കത്തിലും നടന്നു പോവുകയാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. എപ്പോഴെങ്കിലും ചില അസൗകര്യത്തിൽ 1-2 തവണ ഞാൻ മുടങ്ങിയിട്ടുണ്ട് എന്നത് കഴിച്ചാൽ ഇതുവരെ അതിൻ്റെ ഭംഗിയിൽ ഈ ക്ലാസ് നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയായാലും നിങ്ങൾക്ക് വരുന്ന വിഷമത്തിൽ നിങ്ങളോട് ക്ഷമ അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ നല്ലതിനോടും സഹകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും നേരെ മുന്നിലേക്ക് ഇങ്ങോട്ട് കയറിയിരിക്കണം. അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. എല്ലാവരും ഇങ്ങോട്ട് മുന്നിലേക്ക് വരും. മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നു. ഇൽമിനെപ്പോഴും മുന്നിലിരിക്കണം. ഇൽമ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൽ ഹിക്മത്തുൽ അല്ലത്തുൽ മുഅ്മിനീൻ. മുൻകടക്കുന്നവർ വീണ്ടും മുൻകടക്കുന്നവർ അവർക്കാണ് അള്ളാഹിൻ്റെ സാമീപ്യം ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, സമയം വളരെ പരിമിതമാണ്. മൊബൈൽ എല്ലാവരും ഓഫ് ചെയ്യാം. ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ഇന്ന് ഓടാനുള്ളത്. 4 ആയത്ത് ഓടിക്കഴിഞ്ഞു. ഇനി 5-ാമത്തെ ആയത്താണ്. മുഅ്മിനീങ്ങളെ, മൊബൈൽ എല്ലാവരും ഓഫ് ചെയ്ത് കാര്യങ്ങളോടൊക്കെ എല്ലാവരും സഹകരിക്കുക. ഫാത്തിഹയിൽ 5-ാമത്തെ ആയത്താണ്. ശരിക്കും എന്താ ഡൗൺ ആയതെന്താ? ഫാത്തിഹയിൽ 5-ാമത്തെ വചനമാണ് ഇനി വരാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട വചനവുമാണ്. എൻ്റെ കൂടെ എല്ലാവരും ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മർമ്മമായ ഒരു വചനമാണിത്. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രം ഞങ്ങൾ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഞങ്ങൾ സമർപ്പിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രം. ഞങ്ങൾ അർത്ഥിക്കുന്നത് നിന്നിൽ നിന്ന് മാത്രമാണ്. ഇത് സത്യത്തിൽ പ്രപഞ്ചഘടനയുടെ മർമ്മമാണ്. ഇതിനെ സിറുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാത്തിഹയുടെ, ബഹുമാനപ്പെട്ട ഫാത്തിഹയുടെ മർമ്മമാണ്. അതായത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണിത്. അടിമ എന്തു ചെയ്യണം, ഉടമയിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കണം, അടിമ ഉടമയുടെ മുന്നിൽ എന്ത് സമർപ്പിക്കണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. സത്യത്തിൽ ഈ പറയുന്നത് കലിമത്ത് തൗഹീദിന്റെ മർമ്മമാണ്. ലാ ഇലാഹ, ആരാധിക്കാൻ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതാണ് ഇയ്യാക നഅ്ബുദു. ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ വചനം
സത്യത്തിൽ ഇസ്ലാമിക കാര്യങ്ങളുടെ മുഴുവനും അടിത്തറയാണ്. അല്ല, അതിൻ്റെ മേലാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം അവതരിച്ചു. അന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും മുസ്തഫ നബിയുടെ മേൽ ഉറക്ക സ്വലാത്തിലും സഹകരിക്കണം. ആകാശഭൂമികളുടെ മുഴുവനും അടിത്തറ ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ ഇതിന്റെ അർത്ഥം? അത് സൂറത്ത് തൗഹീദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്ത് തൗഹീദ, രണ്ടും ഒന്ന് തൗഹീദിന്റെ വചനമാകുന്നു, ഒന്ന് തൗഹീദിന്റെ അധ്യായമാകുന്നു. ആരാധിക്കപ്പെടാൻ അർഹത അല്ലാഹു അല്ലാതെ മറ്റാർക്കുമില്ല. ഇതാണ് ഇസ്ലാമിക കാര്യങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ അടിത്തറ. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതൊക്കെ പറ, അള്ളാഹു ബോധം നൽകട്ടെ. അല്ല, അതന്നെയാണ്, അതിനെ ഒരു വചനമായതാണ് ഇയ്യാക നഅ്ബുദു. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇയ്യാക നഅ്ബുദു. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ നിനക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു. അല്ലാഹുവേ, ആരാധനക്ക് അർഹത നിനക്കല്ലാതെ മറ്റാർക്കുമില്ല എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഉറപ്പിക്കുന്നു. അതിൻ്റെ രീതി ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നു. ചിന്തിക്കണം. നരകത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതാ പറയാ, ഉംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബ്ദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹദാ സിറാത്തും മുസ്തഖീം. എന്നെ മാത്രം നിങ്ങൾക്ക് ആരാധിച്ചുകൂടായിരുന്നോ? അതല്ലേ ശരിയായ വഴി? അള്ളാഹു ആ വഴിയിൽ നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ പറ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ വളരെ നമ്മൾ ഇത് ചിന്തിക്കണം. അള്ളാഹുവിനെ ചെയ്യുന്നത് പോലെ, അള്ളാഹുവിനെ കുറിച്ച് ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കാൻ ആരുമില്ല, ഒരാളുമില്ല. അള്ളാഹുവിനെ സമർപ്പിക്കുന്നത് പോലെ വിശ്വാസമോ കർമ്മമോ സമർപ്പിക്കപ്പെടാൻ ആരുമില്ല. മുഹമ്മദ് നബി പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി വഫാത്തായപ്പോൾ അതല്ലേ സിദ്ദീഖ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ആളുകൾ അലമുറയിട്ട് വേബധു കൊണ്ടു, സ്വഹാബികൾ. എന്താ പുണ്യ നബിയുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ സയ്യിദുനാ സിദ്ദീഖ് എന്താ പറഞ്ഞത്? മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ മുഹമ്മദ് മരിച്ചുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻകാന യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂതു, അവനൊരു കാര്യത്തും മരിക്കൂല, അവനെന്നും ജീവിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒരാൾക്കൊരു കഴിവുമില്ല, എല്ലാം മരിക്കും, എല്ലാം നശിക്കും. ചിന്തിക്കണം. അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കപ്പെടാൻ യോഗ്യത അള്ളാഹുവിന് മാത്രമാകുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ മർമ്മാണ്. ഇവിടെ നിന്ന് മനുഷ്യൻ തെറ്റിയപ്പോഴാ പ്രവാചകന്മാർ വന്നത് അലൈഹിമുസ്സലാത്തു വസ്സലാം. അവിടെ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് മാനുഷധർമ്മം, പണ്ഡിതധർമ്മം, ഗ്രന്ഥത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നോക്കൂ, ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാർ. കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഇനിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലല്ലാഹു സർവാധിപശക്തനേകൻ. നോക്കൂ, ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക.
ഇതൊക്കെയാവാം 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കയിലെ കൈവഴിയൊന്നിലൂടെ നടന്നു പോകും നബിതൻ മനസ്സിൽ. കവിത എഴുതിയ ആള് അള്ളാഹു അല്ലാത്തവർക്കും ആരാധിച്ചു. വെള്ളത്തോളാം കവിത എഴുതി. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? ഒന്ന് പറയൂ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? അല്ല, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? കവിത എഴുതിയ ആൾക്ക് പേച്ചിട്ടുണ്ട്. പക്ഷെ കവിത സമർത്ഥമാണ്. ആഗ്നേയ വചനങ്ങളാണ്. കവിത എഴുതിയ ആൾ കവിതക്കെതിരാണ്. പക്ഷെ കവിത ചതുലമാണ്. ചിന്തിക്കും. ആ കണ്ടറിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബ്യക്കാർ. കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കൊതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവ്വശക്തനേകൻ. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരുത്തന്റെ മുന്നിലും നമിച്ചുകൂടാ എന്ന്. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിപശക്തനേകൻ. അല്ലെങ്കിലും കല്ലിൻ്റെ മുന്നിൽ നമിക്കുന്നതിനേക്കാൾ നല്ലത് കല്ലിനെ ശില്പമാക്കിയ ശില്പിയുടെ മുന്നിൽ നമിക്കുകയാണ്. വിഗ്രഹത്തിനെ ആരാധിക്കുന്നതിനേക്കാൾ നല്ലത് വിഗ്രഹം സൃഷ്ടിച്ച, വിഗ്രഹത്തെ ചേതോഹരമാക്കിയ ശില്പിയെ ആരാധിക്കുക. കാരണം വിഗ്രഹം സത്യത്തിൽ കല്ലാണ്. അതിനെ ചേതോഹരമാക്കിയത് കരവിരുതുള്ള ഒരു ശില്പിയാണ്. അപ്പോഴും ആരാധിക്കാൻ നല്ലത് മനുഷ്യനെയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന എന്ന മനുഷ്യനെയാണോ ആരാധിക്കേണ്ടത്? മനുഷ്യനോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ചേതസ്സുറ്റ ജ്ഞാനം മനുഷ്യന് നൽകിയത് മനുഷ്യനുമല്ല, ആ ജ്ഞാനം നൽകിയത്. അപ്പോഴും എത്തിച്ചേർന്നു ആരാധിക്കേണ്ടത് അല്ല വിഗ്രഹത്തിലും തുടങ്ങാം, എന്നാലും എത്തിച്ചേരുക അള്ളാഹുവില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? എന്തൊരു മനുഷ്യന്മാരാ എൻ്റെ കളമശ്ശേരിക്കാർ. ഒരു ക്ലാസ് മുടങ്ങി എന്നുള്ളത് ശരിയാ. അതിന് നിങ്ങൾ ഇത്ര ശത്രുത കാട്ടുന്നത് എന്തിനാ? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ കടന്നിറങ്ങിയതല്ല. ഓരോ ദീനിയായ കാര്യത്തിൽ, ഓരോ ദീനിയായ പ്രശ്നങ്ങൾക്ക് എന്നെ വലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്ന വിഷമങ്ങളാണ്. അത് ഞാൻ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആ ശത്രുതയൊക്കെ ഒന്ന് ഒഴിവാക്കി. നോക്കൂ. അല്ല, നമുക്ക് വിഗ്രഹത്തിൽ നിന്ന് തുടങ്ങാം. വിഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയാലും എത്തിച്ചേരുക തന്നെയാ. നിങ്ങൾ ചിന്തിക്ക്, ഇവിടെയല്ലേ സത്യം? അല്ല, എങ്ങനെ മനുഷ്യനാണ് ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ നമിച്ചത്? എങ്ങനെയാ? അല്ല, വിഗ്രഹത്തെ കുറിച്ചേക്കാൾ പ്രധാനം നീയല്ലോ. വിഗ്രഹത്തെ ഇത്ര മനോഹരമാക്കിയ മനുഷ്യ നീയല്ലോ. മനുഷ്യ നിന്റെ മനോഹരമായ കരവിരുതുകളല്ലേ സത്യത്തിൽ വിഗ്രഹത്തെ മനോഹരമാക്കിയിട്ടുള്ളത്. അതിന് ഈ കാണുന്ന രൂപവും ഭാവവും നൽകിയ മനുഷ്യ നിന്റെ ചടുലമാർന്ന ചിന്തയല്ലേ, നിന്റെ കാൽപ്പനികത്വമല്ലേ. അപ്പോൾ ആരാധിക്കേണ്ടത് നിന്നെയല്ലേ. മൈക്കലാഞ്ചലോവിന്റെ ശില്പത്തിനല്ലല്ലോ അവാർഡ് കൊടുക്കുന്നത്, മൈക്കൽ ആഞ്ചലോവിന്. അല്ല, അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പറയൂ. രാജാവ് രവിവർമ്മയുടെ എണ്ണഛായ ചിത്രത്തിനല്ലല്ലോ അവാർഡ്, പകരം രവിവർമ്മക്കല്ലേ. വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങൾക്കല്ലല്ലോ അവാർഡ് കൊടുക്കേണ്ടത്, പകരം വിൻസെന്റ് വാൻ ഗോഗിന് തന്നെയല്ലേ. കൃതിക്കല്ലല്ലോ അവാർഡ്, കർത്താവിനല്ലേ. അങ്ങനെയാണല്ലോ. ജ്ഞാനപീഠ പുരസ്കാരം നൽകിയ ചെമ്മീനിനല്ല, ചെമ്മീൻ എഴുതിയ കയറെഴുതിയ ചെമ്മീനും എഴുതിയ തകഴിക്കാണല്ലോ. അങ്ങനെയല്ലേ.
നാലുകെട്ടും കാലവും ഒക്കെ എഴുതിയ നാലുകെട്ടും കാലവും അടക്കമുള്ള മലയാളത്തിന്റെ കാവ്യാത്മകമായ നോവലുകൾക്കല്ലോ അവാർഡ് കൊടുത്തത് അതെഴുതിയ കർത്താവിനല്ലേ പിന്നീട് ജ്ഞാനപീഠം നൽകിയത്? ഓടക്കുഴൽ എഴുതിയ ഓടക്കുഴലിനല്ലോ ജ്ഞാനപീഠം ജി.ശങ്കരക്കുറുപ്പിനാണല്ലോ. അപ്പോൾ കൃതിക്കല്ലല്ലോ അവാർഡ്, കൃതിയുടെ പേരിൽ കർത്താവിന്. അപ്പോഴും ആരാധിക്കേണ്ടത് മനുഷ്യനെ. എന്നാ മനുഷ്യനെന്തു കഴിവ് മനുഷ്യന്? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എന്ത് കഴിവ് മനുഷ്യൻ എന്താ കഴിവ്? കുറഞ്ഞ കാലഘട്ടത്തിൽ വന്ന് പോയി. ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഇന്നത്തെ രാവിലത്തെ പത്രം കണ്ട് കുറെ ആലോചിച്ചു. എൽ.കെ. അദ്വാനിയും ചിദംബരവും കൂടെ വെങ്കിട്ടരാമന്റെ ശവസംസ്കാര ചടങ്ങിൽ പിരിയുമ്പോൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ചിത്രമുണ്ട് ഇന്നത്തെ പത്രത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ കൂടെ ഉണ്ടാ? എന്തൊരു മനുഷ്യന്മാരെ ഉണ്ടാ എന്ന് പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? ആ നോക്കൂ നിങ്ങൾ. ഞാൻ ആ ചിത്രമൊന്നിങ്ങനെ നോക്കി, പഠിച്ചവനെ, ഒരു കാലത്ത് ഇവരെ പോലെ പ്രസക്തനായിരുന്നല്ലോ ഇപ്പോൾ ഇവർ കുഴിച്ചു മൂടിയ ആ മനുഷ്യൻ. ഇന്ത്യയിൽ എവിടെയും നിറഞ്ഞനൊരു മനുഷ്യൻ, പിന്നെ ആ മനുഷ്യൻ മരിച്ചോ എന്ന് പോലും അറിയപ്പെടാതെ മരിച്ചുപോയി. അല്ല വെങ്കിട്ടരാമൻ മരിച്ചപ്പോഴാണ്, അല്ല വെങ്കിട്ടരാമൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ എന്ന് നാം മനസ്സിലാക്കി. അല്ലേ? സത്യല്ലേ? മരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി, പിന്നെയും മരിച്ചുപോയി. അല്ലേ? ഞാൻ സത്യത്തിൽ ചിന്തിച്ചു, അല്ല വെങ്കിട്ടരാമൻ മരിച്ചിട്ടില്ലായിരുന്നു അല്ലേ എന്ന്. ഇതല്ലേ മനുഷ്യൻ ക്ഷണികമായ കുറഞ്ഞ കാലഘട്ടത്തിൽ അപ്രപാളികളിൽ തിരയുന്ന ചിത്രങ്ങളെ പോലെയല്ലേ ചില ഊഴങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില റീലുകളിൽ തിരയുന്ന അപ്രപാളികളെ ചിത്രങ്ങളെ പോലെയല്ലേ സത്യത്തിൽ ഇവിടെ മനുഷ്യൻ എങ്ങനെ ആരാധിക്കും? അപ്പോൾ പിന്നെ അവന് കഴിവ് നൽകിയ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സുജൂദ് തരാൻ വേണ്ടി ഓടി വന്നതാണെന്ന് പറഞ്ഞു മുആദ് ഇബ്നു ജബൽ പുണ്യ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് സിറിയയിലേക്ക് പോയി. സിറിയയിൽ എമ്പാടും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ അവരുടെ പുരോഹിതന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ സിറിയയിൽ നിന്ന് മടങ്ങി വന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ മുന്നിലെത്തി. അസ്ജുദു ലക യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങൾക്കൊരു സുജൂദ് തരട്ടെ നബിയെ എന്ന് ചോദിച്ചു. അതെന്താ നിനക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സിറിയയിലായിരുന്നപ്പോൾ സിറിയയിലെ സാധാരണ ജനങ്ങൾ പുരോഹിതന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ ധാരാളമായി കണ്ടിരുന്നു. അവരുടെ ആ സുജൂദ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എങ്കിൽ എനിക്ക് സുജൂദ് ചെയ്യാനും ഒരാളുണ്ടല്ലോ, മദീനയിൽ ചെന്നിട്ടാവാം ഒരു സുജൂദ്. എങ്ങനെയുണ്ട്? അപ്പോൾ പുണ്യ നബി പറഞ്ഞു, ലൗ കുന്തു ആമുറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി. അതുപോലും പാടില്ലല്ലോ, പിന്നെ എന്താ? ചിന്തിക്ക്. എന്തുകൊണ്ട് മനുഷ്യൻ പ്രണമിക്കുക, കൈകൂപ്പി നിൽക്കുക? മനുഷ്യൻ സൂര്യനെ കണ്ടപ്പോൾ കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ, രാവിലെ എണീറ്റാൽ സൂര്യന് കൈകൂപ്പുന്ന മനുഷ്യൻ. ഈ പാവണ്ടോ ഇതറിയുന്നു, അതിനൊരു അന്തമില്ല, ഇങ്ങനെ ചന്ദ്രനെ കൈകൂപ്പുന്ന മനുഷ്യൻ. ഇന്നലെ മാസം മുടിച്ചല്ലോ, ഇന്നലെ ഹിലാല് വന്നല്ലോ, ഇന്നലെ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്താ നിങ്ങൾ ഹിലാല് കണ്ടപ്പോൾ പറഞ്ഞത്? അല്ല, എന്താ പറയേണ്ടത്? നിങ്ങൾ എന്താ പറഞ്ഞതെന്നല്ല, എന്താ പറയേണ്ടത്? اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ചന്ദ്രനെ കലയെ കണ്ട് പറയാം, ചന്ദ്രക്കല എന്നെ എനിക്കൊരു പേടിയില്ല,
ഞാൻ എന്നെ ആരാധിക്കൊന്നുമില്ല. അജ്ഞാനകാലത്തെ അറബികൾ ഈ ചന്ദ്രക്കലകൾക്ക് ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ പുണ്യനബിയോട് വന്ന് ചോദിച്ചത്, ഈ ചന്ദ്രക്കലയുടെ രഹസ്യം എന്ത്? വരൂ. ചന്ദ്രക്കലയെ കുറിച്ച് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. അങ്ങ് പറയണം നബിയെ, ഹിയ മവാഖീതു ലിന്നാസ്, അത് സമയം കണക്കാക്കാനുള്ള മാനദണ്ഡങ്ങൾ മാത്രമാണ്. അതിനപ്പുറം അതിനെ തീരെ ഭയപ്പെടേണ്ടതേ ഇല്ല. എന്താ ചന്ദ്രക്കല കാണുമ്പോൾ പറയേണ്ടത്? ശരിക്കും എന്താ പറയേണ്ടത്? ആ വാക്കിൻ്റെ ഒരു സാമർഥ്യം, ആ വാക്കിൻ്റെ ഒരു ധൈര്യം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പറയുന്നത്. എന്താ അതിൻ്റെ ഒരു രസം? ഇന്നലെ ചന്ദ്രക്കല കണ്ടപ്പോൾ ദിക്ർ ചൊല്ലിയ ആളുകൾ ഒന്ന് കൈപ്പൊക്കു പ്ലീസ്, ഉസ്താദ്മാരല്ലാത്തവർ. 1 2 3 4 5. അയ്യയ്യേ എൻ്റെ കളമശ്ശേരിക്കാര്, എന്താണ് അതിൻ്റെ ഒരു രസം? സത്യത്തിൽ ഭയങ്കര രസമാണ്. ഞാൻ ഒരു മാസാവസാനമാകുമ്പോൾ കാത്തു നിൽക്കാറുണ്ട്. അതൊരു ദിക്റാണ്. ആ ദിക്ർ ചൊല്ലിയാൻ എന്തൊരു സുഖമെന്ന് അറിയും. അതൊരു ഇലാഹിയായ ദിക്റാണ്, ഭയങ്കര ദിക്റാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും പറഞ്ഞുതരാം, പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം, പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം. അങ്ങനെ 3 തവണ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ പറയാം, പിന്നെ മറക്കാതിരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ദിക്ർ. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒന്നും കൂടെ പറയാം. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒന്നും കൂടെ പറയാം. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. നിന്റെ കൂടെ പറഞ്ഞേക്കൂ. അർത്ഥം പറഞ്ഞുതരട്ടെ. ഒന്ന് പറയാം, അർത്ഥം പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ അഹില്ലഹു അലൈന, ഈ ചാന്ദ്രിക മാസത്തെ എൻ്റെ മേൽ നീ ആക്കണമേ. ബിൽ യുംനി, ഐശ്വര്യത്തോടെയും, വൽ ഈമാനി, വിശ്വാസത്തോടെയും, വസ്സലാമത്തി, സമാധാനത്തോടെയും, വൽ ഇസ്ലാമി, എൻ്റെ സമ്പൂർണമായ ഇസ്ലാമോടുകൂടെയും. എന്നിട്ട് ചന്ദ്രനോട് പറയാ, റബ്ബി വറബ്ബുക്കല്ലാ, എനിക്ക് നിന്നെ ഒരു പേടിയില്ല, നിന്നെ പഠിച്ചതും എന്നെ പഠിച്ചതും അല്ലാഹു. ഞാൻ നിൻ്റെ മുന്നിൽ കൈകൂപ്പൊന്നുമില്ല. റബ്ബി വറബ്ബുക്കല്ലാ. പിന്നെ വീണ്ടും പറയാം, ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ, നേട്ടത്തിൻ്റെയും സമംഗളമായ പര്യവസാനത്തിൻ്റെയും ചാന്ദ്രിക മാസമാകട്ടെ, ചന്ദ്രക്കലയാവട്ടെ. ഈ മാസം എനിക്ക് നേട്ടത്തിൻ്റെയും സമംഗളമായ പര്യവസാനത്തിൻ്റെയും മാസമാകട്ടെ എന്ന് പറയാം. ഒന്നും കൂടെ പറയാം. ഭയങ്കര വാക്കാണ്. ഒരു മാസത്തേക്കുള്ള ഐശ്വര്യ ചോദിക്കണത്. ആരോട് ചോദിക്കണത്? ചന്ദ്രനോടല്ല. ആരോട്? അല്ലാഹുവേ അഹില്ലഹു അലൈന, ഈ ചാന്ദ്രിക മാസത്തെ നീ എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ഈ ചാന്ദ്രിക മാസം എൻ്റെ മേൽ ആകണമേ. അബിൽ യുംനി, ഐശ്വര്യത്തോടെയും, വൽ ഈമാനി, ഈമാനോടെയും, വസ്സലാമത്തി, സമാധാനത്തോടെയും, വൽ ഇസ്ലാമി, പൂർണ്ണമായ ഇസ്ലാമോടെയും. എന്നിട്ട് ചന്ദ്രനോട് പറയാം, റബ്ബി വറബ്ബുക്കല്ലാ, നിന്നെ പടച്ചതും എന്നെ പടച്ചതും, നിന്റെ രക്ഷിതാവും എൻ്റെ രക്ഷിതാവും അല്ലാഹു. വീണ്ടും അള്ളാഹിനോട് പറയാ, ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ, നേട്ടത്തിൻ്റെയും സമംഗളമായ പര്യവസാനത്തിൻ്റെയും മാസമാവട്ടെ അടുത്ത മാസം എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി ഒന്നും കൂടെ പറഞ്ഞുതരാം. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കും. اللهم, ഒരു ബോർഡ് ഉണ്ടായിരുന്നല്ലേ മുമ്പ് ഇവിടെ അല്ലേ? ഉണ്ടായിരുന്നല്ലോ. ഇല്ലേ? ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ മറന്നുപോയി. ആയിക്കോട്ടെ, ഇന്ന് ഞാൻ ക്ഷമിക്കാം. പക്ഷെ ബോർഡ് വളരെ അത്യാവശ്യമാണ്.
اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. മെല്ലെ ശബ്ദം എടുക്കാതെ മെല്ലെ പറഞ്ഞു നോക്കൂ, പിന്നെ ഉറക്കെ പറയാം. اللهم أهله علينا باليمن يا ميم نون باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഇതാണ് വാക്ക്. ഭയങ്കര വാക്കാണ്. ഒരു മാസത്തേക്കുള്ള ഐശ്വര്യമാണ് ഈ ചോദിക്കുന്നത്. മറക്കരുത്, ഭയങ്കര വാക്കാണ്. ഒരു മാസം കാണുമ്പോഴും ഇത് പറയാതിരിക്കരുത്. ഇത് ഭയങ്കര ഒരു വാക്കാണ്, ഒരു വല്ലാത്തൊരു വാക്കാണ്. ഇന്നും പറയാം, ഇവിടെ തന്നെയാണ് അല്ലേ ചാ, വ്യത്യാസം വന്നിട്ടില്ല, ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞേക്കൂ. അല്ലാഹുമ്മ അഹില്ലഹു, അഹില്ല സിംഹത്തിൻ്റെ ഹാ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ. ഒന്നുകൂടെ ഇനി ഓക്കെ. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. اللهم വർക്കെ ഇത്ര നേരമായി ഞാനൊരു ശബ്ദം എടുക്കുന്നത്, എന്താ നിങ്ങൾക്കൊരു ശബ്ദം എടുത്താൽ? اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒന്നുകൂടെ. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒന്നുകൂടെ. اللهم أهله علينا باليمن والإيمان. യുംന് എന്താർത്ഥം? യുംന് എന്താർത്ഥം? ഐശ്വര്യം. ബിൽ യുംനി യാ മീമ് നൂന് ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ് ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ. ഭയങ്കരല്ലേ ഇതൊക്കെ? ഒരു കൊല്ലത്തിൽ 12 തവണ അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. ഭയങ്കരമാണത്. അതൊരു സമർപ്പണമാണ് അള്ളാഹ്ക്ക്. അടുത്ത മാസം എനിക്ക് അള്ളാഹിൻ്റെ ഖൈർ ചോദിക്കുകയാണ്. ഞാൻ ഒരു മാസത്തേക്ക് വേണ്ടതൊക്കെ ചോദിക്കാം. ഭയങ്കര ഒരു മൂവ്മെൻ്റാണ്. മാസം കാണുന്ന വല്ലാത്ത സമയമാണ്. ഒന്ന് പറ. ഇനി പേക്കരുത്. പഠിച്ച പോയാൽ മതി. ഇത്ര പഠിച്ചോന്ന് ഒരാൾക്ക് കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പഠിച്ചിട്ട് പോയാൽ മതി, അത് പ്രവർത്തിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് നാളെ തന്നെ ചെല്ലുക. ഇന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നാളെ തന്നെ പറയാം. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഇനി ഞാൻ പറയൂല, ഇനി നിങ്ങൾ 3 വട്ടം നിങ്ങൾ ഉറക്കെ ഒന്നിച്ചോർക്കെ. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒന്നുകൂടെ. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. ഒരു തവണയും കൂടി പറഞ്ഞാൽ നിർത്താം. أهله علينا
ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദ്. 3 തവണ പറയാം. അങ്ങനെ 3 തവണ പറയാം. മാസം കാണുമ്പോൾ അങ്ങനെ പറയാം. കാരണം യുസല്ലിസുൽ ഉമൂറ ഫിൽ ഖൈരി, ഖൈറായ കാര്യങ്ങളിൽ 3 വട്ടം ആവർത്തിച്ച് പറയുമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരൊറ്റ വട്ടം കൂടെ നമുക്ക് കൂടെ വർക്കാട് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകാം. اللهم أهله علينا باليمن والإيمان والسلامة والإسلام ربي وربك الله هلال خير ورشد. الله توفيق ചെയ്യട്ടെ. ഇതന്നെ നമ്മുടെ സിദ്ധാന്തത. നമ്മൾ ഈ പ്രകൃതിയിൽ ഒന്നിനെയും അള്ളാന്റെ സ്ഥാനം ഒന്നിനും കൊടുക്കില്ല. ഒന്നും അനുഗ്രഹദാതാവല്ല. അനുഗ്രഹദാതാവ് ആരാണ്? മാത്രം. ഒരാൾക്കൊരു കഴിവില്ല. എന്ത് കഴിവാണുള്ളത്? മുഹമ്മദ് നബിക്ക് പോലും സ്വയമായി ഒരു കഴിവുമില്ല. അള്ളാഹു കൊടുത്തതല്ലാതെ ഒന്നുമില്ല. അള്ളാഹു ആണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് ഒരാളെയും നമിക്കേണ്ടതുമില്ല. ഒന്നിനെ അള്ളാഹ്ക്കേ കഴിവുള്ളൂ. മുഹമ്മദ് നബിക്ക് പോലും ഇല്ല. ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയോ? മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയോ? എത്ര വന്നിട്ട് അവർ പൊല്ലാപ്പുണ്ടാക്കി കിട്ടിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വയം കഴിയുകയാണെങ്കിൽ കഴിയേണ്ടത് മുഹമ്മദ് നബിക്കല്ലേ? സ്വല്ലല്ലാഹു കിട്ടിയോ? ഇല്ലല്ലോ. മക്കക്കാർ ചോദ്യം ചോദിച്ചു പുണ്യനബിയോട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. അള്ളാഹു വഹി നൽകിയില്ല. പിന്നെന്ത് ചെയ്യും? അവസാനം വഹി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മേലൊരു വാക്ക് പറയരുത്. ഒരാൾക്കൊരു കഴിവില്ല. കഴിവ് മുഴുവനും അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പ്രപഞ്ചത്തിന്റെ അടിത്തറ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശങ്ങൾ ഒന്നടങ്കവും ഗോളാണ്ട കിടാഹങ്ങൾ ഒന്നടങ്കവും ത്രാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്രമമാണ് ഘനമധികരിക്കുക എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അതാണ് ഇയ്യാക നഅ്ബുദു പറഞ്ഞത്. അല്ലാഹുവേ നിന്നല്ലാതെ ഞങ്ങൾ ഒരാളെ ആരാധിക്കില്ല. ഒരാളെയും നമ്മൾ നമിക്കുകയില്ല. ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. ഒരാളെ മുന്നിലും ഞങ്ങൾ ശിരസ് കുനിക്കുകയില്ല. അങ്ങനെ ഒരു പ്രവർത്തനമേ ഞങ്ങൾക്കില്ല. അല്ലാഹുവാണ് സർവേശ്വരൻ. അവന് മാത്രമേ കഴിവുള്ളൂ. അവനാണ് അനുഗ്രഹദാതാവ്. ഏതൊരു കാര്യം നൽകുന്നതും അവന് തന്നെ. അവൻ തന്നെ. അതുകൊണ്ട് ആരാധിക്കാനുള്ള അർഹതയും അവനു തന്നെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു ബോധം നൽകട്ടെ വിശ്വാസികളെ. അതിനെതിരായ ഒരു കാര്യം ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ചിന്തിക്കണം. എവിടെയും ആൾ ദൈവങ്ങളെ നമിക്കാൻ പാടില്ല. ആൾ ദൈവങ്ങളെ നമിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതികമായ ലാഭത്തിന് വേണ്ടി ആൾ ദൈവങ്ങളെ നമിക്കാൻ ഇന്ന് മുസ്ലിമീങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. എവിടെയും ആൾ ദൈവങ്ങളുടെ പിന്നാലെ നടക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇന്ന് മുസ്ലിമീങ്ങളായി തീർന്നിരിക്കുന്നു. പഠിച്ചവനെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എത്ര മോശപ്പെട്ട കാര്യമാണത്. നോക്കൂ. പുണ്യനബി പറഞ്ഞു, ഒരാളൊരു ജോത്സ്യനെ സമീപിക്കുകയും ആ ജോത്സ്യന്റെ വാക്കിന് ഒരു പരമാർത്ഥമുണ്ടെന്ന് ധരിക്കുകയും അവന്റെ പ്രയോഗത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ധരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി കൊണ്ടുവന്ന കാര്യത്തിൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുക. ഹുദൈബിയയിൽ
ഹുദൈബിയയിൽ വെള്ളമില്ലാത്ത കുഴങ്ങിപ്പോയി. രാത്രി മഴ പെയ്തു. നേരം വെളുത്തപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്ബഹ മുഅ്മിനും ബില്ലാഹി വ കാഫിറുൻ ബിൽ കൗകബി വ അസ്ബഹ കാഫിറുൻ ബില്ലാഹി വ മുഅ്മിനും ബിൽ കൗകബി. രണ്ട് തരം ആളുകൾ ഇന്ന് പ്രഭാതത്തിൽ എണീറ്റിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ വിശ്വസിച്ചും നക്ഷത്രത്തെ ഒഴിവാക്കിയും എണീറ്റു. ഒരു വിഭാഗം ആളുകൾ നക്ഷത്രത്തെ വിശ്വസിച്ചും അള്ളാഹുവിനെ ഒഴിവാക്കിയും എണീറ്റു എന്ന് മുഹമ്മദ് നബി. അള്ളാഹുവിന്റെ ഫضل കൊണ്ടാണ് മഴ കിട്ടിയത്. ചിന്തിക്ക്, ഹുദൈബിയയിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ കിട്ടി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് റസൂലുള്ളാഹി ഈ വാക്ക് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഫضل കൊണ്ടാണ് മഴ കിട്ടിയത് എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുഅ്മിനും ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിച്ചവനും വകാഫിറും ബിൽ കൗകബി നക്ഷത്രത്തിൽ അവിശ്വസിച്ചവനുമാണ്. എന്നാൽ മൻകാല മുത്തിർന ബിനൗഇകദ ഇന്നാലിന്ന ഞാറ്റുവേലയുടെ ഊഴം കൊണ്ടാണ് എനിക്ക് മഴ കിട്ടിയത്, ഇന്നാലിന്ന നക്ഷത്ര ഊഴങ്ങൾ കൊണ്ടാണ് മഴ കിട്ടിയത് എന്നൊരാൾ ധരിക്കുകയോ പറയുകയോ ചെയ്താൽ, അങ്ങനെ പറയാറുണ്ടല്ലോ ഇല്ലേ? ഇല്ലേ? വിഷുവിനാണ് ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? ഇല്ലേ? പറയില്ലേ? ഇല്ലേ? ഇല്ലേ? എന്താ പറയാ? മകരത്തിൻ്റെ മഴയാണ് എന്ന് പറയും. മകരത്തിൽ മുമ്പേ ഇല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെ പറയാറില്ലേ? ഒന്ന് പറയോ മനുഷ്യന്മാരില്ലേ? ഉണ്ടല്ലോ. മകരത്തിൻ്റെ മഴയാണെന്ന് പറയും. അല്ലെങ്കിൽ വിഷുവിൻ്റെ മുമ്പിൽ പിമ്പിലൊക്കെ ഇല്ലേ? അങ്ങനെ ഒന്ന് പറഞ്ഞേക്ക്. ഇവിടെ എന്താ അങ്ങനെ പറയൂലേ? അങ്ങനെ 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 പറഞ്ഞേ. എന്താ 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 പറഞ്ഞ എന്താ പറഞ്ഞത്? എന്താ അത് പറഞ്ഞത്? എങ്ങനെ? ഒന്നുകൂടി പറയും പ്ലീസ്. എന്താ പറഞ്ഞ? ശിവരാത്രിക്ക്. കുഴപ്പമൊന്നുമില്ല. കാഫറിന്റെ വാക്കാണ് മുഹമ്മദ് നബി പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. ഇത് വിശ്വാസമില്ലാതെ പറഞ്ഞാൽ പോലും 40 ദിവസത്തെ നിസ്കാരം പത്തിലാവും. എന്താ പറഞ്ഞത്? 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 എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞത്? ഇത് കരുതി കൂട്ടാതെ പറഞ്ഞാൽ പോലും, അതൊരു മാമൂല് പോലെ പറഞ്ഞാൽ പോലും ലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമൻ 40 ദിവസത്തെ നിസ്കാരം പത്തിലാവും. കരുതി കൂട്ടാതെ പറഞ്ഞാൽ പോലും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹിന്റെ നിഅമത്ത് നിഷേധിക്കേ? അങ്ങനെയാ. അള്ളാഹു നൽകിയ ഫضل ഒരാൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്താൽ 40 ദിവസത്തെ സംസ്കാരം ബാത്തിലാകും എന്ന് മുഹമ്മദ് നബി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ കാഫറാവും ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ കാഫറാവും. ശിവരാത്രിക്ക് മഴ പെയ്യുന്നതാണ് അല്ലേ? അങ്ങനെ പറയൂലേ? അങ്ങനെ അല്ലേ? അല്ലേ? നോക്കൂ, ചിന്തിക്കേ. അതിപ്പോ സത്യത്തിൽ ഒരു മാമൂലിന്റെ പ്രയോഗമാണ്. അതുപോലും കർക്കിടക വാവിന്റെ മഴയാണ് എന്ന് പറയാം ഇല്ലേ? കർക്കിടകത്തിന്റെ മഴ. ആരാ മഴ പെയ്യിപ്പിച്ചത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മഴ പെയ്യിപ്പിച്ചതാരാ? അല്ലാഹു അല്ലാതെ ആരാ? ആർക്കൈ കഴിവൊക്കെ ഉള്ളത്? അല്ലാഹു അല്ലാതെ ആർക്കുള്ളത്? വളരെ വളരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറഞ്ഞാൽ പ്രശ്നമാണ്. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഈ ജ്യോത്സ്യന്മാരെ പിന്നാലെ പോകലൊക്കെ ഇന്ന് വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആൾ ദൈവങ്ങളെ കൊണ്ട് പ്രത്യക്ഷമായ ഉപകാരങ്ങൾ കിട്ടുന്ന ഒരു കാലമാണിത്. അവർക്ക് വേണ്ടി ചില അവരെ ഒന്ന് നമിക്കുക, അവർക്ക് മുന്നിലൊന്ന് ശിരസ് കുനിക്കുക, ഇതൊക്കെ നടത്തി കൊടുത്താൽ അവരെ കൊണ്ട് ഉപകാരങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണിത്. ഇല്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ ഒരുപാട് ഉപകാരങ്ങൾ അവരെ കൊണ്ട്. ആൾ ദൈവങ്ങളുടെ ഒരു കാലാണല്ലോ ഇത്. അതാണ് യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബിഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയാ. പലരും രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും.
വൈകുന്നേരം മൂമിനായവൻ രാവിലെ കാത്തു. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പൊതു ചടങ്ങായതുകൊണ്ട് അതൊന്നും അത്രയിലേറെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഈ പറഞ്ഞത്. ഒരു ഉപകാരത്തിന് വേണ്ടി, ഭൗതികമായ ലാഭത്തിന് വേണ്ടി ആ ദൈവങ്ങളെ മുന്നിൽ ശിരസ് കുനിക്കാൻ പാടില്ലാത്ത ഒരാൾക്കൊരു കഴിവില്ല. എന്ത് കഴിവ്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇയ്യാക നഅ്ബുദു. അല്ലാഹുവേ, ആരാധന നിനക്ക് മാത്രമാകുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഘടനയുമാണ്. ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാം റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. സർവഗോളങ്ങളും അല്ലാഹുവിനെ നമിക്കുകയാണ്. എല്ലാം ഗോളാണ്ട കടാഹങ്ങൾ മുഴുവനും അല്ലാഹുവിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളാണ്ട കടാഹങ്ങളും പടച്ചവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം വന്നജ്മു വശജറു യസ്ജുദാൻ എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഈ മരങ്ങളും ഈ പുല്ലുവള്ളികളും അടക്കം അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം അല്ലാഹുവിനെ നമിക്കുക, എല്ലാം അല്ലാഹുവിനെ വാഴ്ത്തുക. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. എല്ലാം സുജൂദ് ചെയ്യുക. ശംസു, സൂര്യൻ. മനുഷ്യൻ സൂര്യനെ നമിക്കുന്നു. സൂര്യൻ ആരെ നമിക്കുന്നു? പറ. മനുഷ്യൻ സൂര്യനെ നമിക്കുന്നു. സൂര്യൻ. പിന്നെന്താ പടിവിട്ടി നീ സൂര്യനെ നമിക്കുന്നത്? നിനക്ക് നേരെ അല്ലാഹുവിനെ നമിച്ചു. വൽഖമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളകിലവും, വൽജിബാലു, പർവ്വതങ്ങളും, വദ്ദവാപ്പു വശജറു, മരങ്ങളും, വദ്ദവാപ്പു, മൃഗങ്ങളും, എല്ലാം ഏത് പറവയും ഏത് മൃഗവും എല്ലാം. ഈ പ്രപഞ്ചം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധിഷ്ഠിതമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഇയ്യാക നഅ്ബുദു എന്നതിൽ അധിഷ്ഠിതമാണ്. ഇതാ റഹ്മത്തുള്ള എന്ന ഈ സാധുവായ റഹ്മത്തുള്ള പിടിച്ച ഈ മൈക്ക് എന്ന ഈ ലോഹമുണ്ടല്ലോ, ഈ ലോഹം റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി. ഇതിനെ പഠിച്ച ഈ ലോഹത്തെ അല്ലാഹു ഇറക്കിയതാ. എല്ലാം വഇമ്മിൻ ഷൈഇൻ തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ. ഏഴാകാശങ്ങളും അല്ലാഹുവിനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വൽ അർളു, ഭൂമിയും. ഒരു മനുഷ്യൻ എന്തിനാ വേറൊരു മനുഷ്യനെ പ്രകീർത്തിക്കുന്നത്? എന്ത് കഴിവാ മനുഷ്യനുള്ളത്? അല്ല, എന്ത് കഴിവാണുള്ളത്? എന്താ പറയുക? മനുഷ്യനെ പ്രശംസിക്കുന്നവരുടെ മുഖത്തേക്ക് മണ്ണെറിയണമെന്ന് മുഹമ്മദ് നബി. മനുഷ്യൻ കൺമുന്നിൽ പ്രശംസിച്ചാൽ അവന്റെ മുഖത്തേക്ക് മണ്ണെറിയണമെന്ന് മുഹമ്മദ് നബി. ഒരാളെ പ്രശംസിച്ചാൽ പ്രശംസിക്കുന്നവന്റെ മുഖത്തേക്ക് മണ്ണെറിയണം. അതയാളെ നാശാക്കുക. മനസ്സിലായില്ല? പ്രശംസിക്കുകയാണെങ്കിൽ പ്രശംസിക്കേണ്ടത് ആരെയാ? മനസ്സിലായില്ല? ഭയങ്കര വാക്ക. ആരെയും പ്രശംസിക്കേണ്ടതില്ല. മുഖത്തോക്കി ഇങ്ങനെ പ്രശംസ ചൊരിയുന്ന കാലമാണ് അന്ത്യനാൾ. മുഖത്ത് നോക്കി പ്രശംസ ചൊരിയുന്നവരുടെ അവന്റെ മുഖത്തേക്ക് മണ്ണെറിയണം എന്ന് മുഹമ്മദ് നബി. പിന്നെന്താ ദൈവ സംസ്കാരം? പിന്നെന്താ? എൻ്റെ ഇസ്ലാമിൽ ഒരാൾ ദൈവത്വവുമില്ല, ഒന്നുമില്ല. ഒരാൾത്താരയിൽ പോയി കുമ്പസരിക്കേണ്ടതില്ല. അച്ഛൻ്റെ മുന്നിൽ ആൾത്താരയിൽ പോയി കുമ്പസരിക്കുന്ന മനുഷ്യൻ്റെ വിഡ്ഢിത്തമൊന്നും ഇസ്ലാമിലില്ല. തെറ്റാണത്, അബദ്ധമാണത്. ഒരുത്തൻ അബദ്ധം ചെയ്താൽ ആ അബദ്ധത്തിന് ശിക്ഷ ഏർപ്പെടുത്തുന്ന ഭരണാധികാരിയെ സമീപിക്കാവുന്നതാണ്. എന്തിന്? ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അല്ലേ? അത്രമാത്രം
എന്തിന്? ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. പിന്നെ അവൻ ഈ അബദ്ധം പറയേണ്ടത് ആരോട് മാത്രമാണ്? പറഞ്ഞേക്ക്. അതും അത്തരമൊരു കാര്യത്തിന് ശിക്ഷ നടപ്പാക്കുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒന്ന് പാറാൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അല്ലാതെ ആൾക്കാരിൽ പോയിട്ട് കുമ്പത്ത് ശരിക്കേണ്ട ആവശ്യം എന്ത് വെട്ടിത്തരാണ് ഇതൊക്കെ. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഒരാളെ മുന്നിൽ, ഒരു അച്ഛൻ്റെ മുന്നിൽ പറഞ്ഞാൽ തെറ്റുകൾക്കും അച്ഛൻ തന്നെ ബേജാറാവും. ഹാർട്ടട്ടാ, ഇവൻ തിരക്കടില്ലല്ലോ പുള്ളി എന്ന് തോന്നാം. മനുഷ്യന് സിത്തർ എന്നൊരു സംഗതിയുണ്ട്. ഒരാളും വേറൊരാളെ മാന്യൻ എന്നല്ലാതെ ധരിക്കേണ്ടതില്ല. മനസ്സിലായില്ല നിങ്ങൾ? ഇല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും രഹസ്യങ്ങളില്ലേ? ഒന്ന് പറയൂ എൻ്റെ ഇഷ്ടന്മാരെ, എന്താ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും രഹസ്യങ്ങളില്ലേ? എനിക്കില്ലേ? ഇനി നമ്മൾക്കിടയിൽ അള്ളാഹു സിത്തർ എന്നൊരു സംഗതി വെച്ചിട്ടുണ്ട്. സിത്തർ, മറ. അത്രയേ ഉള്ളൂ. വെളിവാക്കേണ്ടത് അള്ളാഹു തന്നെ വെളിവാക്കും. അള്ളാഹു ജനങ്ങളെ മുന്നിൽ വെളിവായി വഷളാവുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇനി നമ്മൾ നോക്കൂ, ഇനി നമ്മൾ ഇത് പറയണം ആരോട്? പൊറുക്കലിനെ തേടാൻ, കുറ്റമേറ്റ് പറയാൻ ഏറ്റവും നല്ല നേരം എപ്പോഴാ? രാത്രിയുടെ അന്ത്യയാമം. വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ. മനസ്സിലായില്ല? നോക്കൂ 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 നോക്കൂ. ആൾക്കാരെ പോയിട്ട് കുമ്പസരിക്കാൻ പുരോഹിതന്റെ മുന്നിൽ എൻ്റെ ഒരു വിഡിത്തമാടാ മനുഷ്യ നീ കാണിച്ചു. അയ്യയ്യേ, മനുഷ്യന്റെ മുന്നിൽ പോയി കുമ്പസരിക്കും. അയ്യയ്യേ, വൃത്തിക്ക് അബദ്ധം. പരിഷ്കരിച്ച മനുഷ്യനും ഈ അബദ്ധം പറഞ്ഞു കിടക്കുക. എൻ്റെ നീ വൃത്തി എന്ത് വൃത്തികേടായിട്ട്? മനുഷ്യ, നീ ഒന്ന് ചിന്തിക്കെന്താ ഈ പറഞ്ഞത്? ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ അബദ്ധം അള്ളാഹു അല്ലാത്ത ഒരാളോടും പറഞ്ഞേക്ക്. അള്ളാഹു അല്ലാത്ത ഒരാളോടും പറയരുത്. ഒരു ചീത്തയും പരസ്യപ്പെടുത്താൻ അള്ളാഹുവിന് താല്പര്യമില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇവിടെ കടുത്ത അബദ്ധത്തിലാണ് ക്രിസ്ത്യാനിറ്റി അകപ്പെട്ടു പോയിട്ടുള്ളത്. ക്രിസ്തീയ ആൾത്താരകൾ ഇന്ന് പുരോഹിതന്മാരെ മുന്നിൽ കുമ്പസരിക്കുന്ന ആൾത്താരകൾ സത്യത്തിൽ അവിവേകമായ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ്. അല്ലെങ്കിൽ ചൂഷകന്മാരായ പുരോഹിത വർഗങ്ങളുടെ ചില ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. അടിസ്ഥാന മതവും സത്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. തെറ്റാണ്. ചിന്തിക്കണം. തെറ്റാണെന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ലാളിത്യത്തിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ഇന്ന് പുലർത്തിപ്പോരുന്ന ഈ ആൾത്താര സംസ്കാരങ്ങൾ അബദ്ധമാണ്, തെറ്റാണ്. അതൊരിക്കലും പരിഷ്കൃത മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ അഖദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യർജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. എൻ്റെ കൂടെ ഉണ്ടാ? ഒന്ന് പറയൂ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? മനസ്സിലായോ നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ആയത്ത്? ഒന്ന് ഓടിച്ചർത്ഥം പറയാം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ, ഭക്തന്മാർ സ്വർഗീയ അരുവിക്കരകളിലും സ്വർഗീയ പൂന്തോപ്പുകളിലും വസിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് നൽകുന്നത് മുഴുവനും അവർ ഏറ്റെടുത്തേ പോകും. അവർ സ്വീകരിക്കും. അള്ളാഹു അവർക്ക് നൽകുന്നതൊക്കെ അവർ സന്തോഷിച്ച് സ്വർഗത്തിൽ വെച്ച് സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തേ അവർക്ക് ഈ നേട്ടങ്ങളൊക്കെ ലഭിച്ചു? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവർ അവിടെ വരുന്നതിന് മുമ്പ് സുകൃതികളായിരുന്നു. അവർ പരലോകത്ത് വരുന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ, ഐഹിക ജീവിതത്തിൽ അവർ നല്ല സുകൃതം ചെയ്തവരായിരുന്നു. എന്താണ് അവർ ചെയ്തിരുന്ന സുകൃതം? അടുത്ത വാക്ക്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം എണീറ്റ് തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെന്താ അടുത്ത വാക്ക്? ഒബിൽ തുറക്കണേ മോനെ.
അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനെ തേടുന്നവരായിരുന്നു. എല്ലാരും ഉറങ്ങുന്ന രാത്രിയുടെ അവസാന ഭാഗം, മനസ്സിലായില്ലേ? ആ അവസാന ഭാഗം അവരുടെ കുറ്റം പറയും, ഏറ്റു പറയും. ആരോട്? ആരും അറിയൂല. അവരാരോട് പറയും? നിങ്ങളൊന്ന് ആലോചിക്കുക. ആയത്തിന്റെ സമയവുമായി ആയത്തിനെ ബന്ധിപ്പിച്ചൊരു രൂപം. അവൻ ഇങ്ങനൊരു കുറ്റമുണ്ട് എന്ന് അവനല്ലാതെ ഒരാളും അറിയരുത്. അവന്റെ ഭാര്യ വരെ അപ്പോൾ ഉറങ്ങാം. വന്നാസുനിയാമുൻ, എല്ലാവരും പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ സ്വന്തം കുറ്റം ആരോട് പറയാ? അള്ളാഹുവോട് പറയാ. കാരണം ഇതൊന്ന് ഏറ്റു പറയാൻ അള്ളാഹു അല്ലാതെ വേറെ ഒരാളും ഇല്ല, ഒരു പുരോഹിതനും ഇല്ല. ഒരു ഉസ്താദിനോട് വേണമെങ്കിൽ ചോദിക്കാം, ഒരാൾ ഇങ്ങനെ ഒരു തെറ്റു ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ പ്രായശ്ചിത്തം? അത്രേ ചോദിക്കണ്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ മുസ്ലിയാരെ ചെയ്യേണ്ടത്? അങ്ങനെ ചോദിക്കേണ്ടതില്ല. നിങ്ങളൊന്ന് പറയും, നിങ്ങൾ എന്ത് ഇഷ്ടന്മാരെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ ഉസ്താദെ പരിഹാരം എന്നും ചോദിക്കേണ്ടതില്ല. അതൊക്കെ അമാന്യമാണ്. ഇങ്ങനെ ചോദിക്കേണ്ടത്. എങ്ങനെ? ഒരാൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ, എന്തായിരിക്കും അതിനുള്ള, മനസ്സിലായി പറഞ്ഞത്? അയാൾക്ക് അതിന്റെ പ്രതിവിധി അറിയില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. എങ്ങനെ? ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നല്ല. എങ്ങനെ? ഒരാളൊരു കുറ്റം ഇങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ, എങ്കിൽ എന്തായിരിക്കും അതിനുള്ള ശിക്ഷ, പരിഹാരം, പ്രായശ്ചിത്തം എന്തായിരിക്കും? തന്നിലേക്ക് ചേർത്ത് പറയേ വേണ്ട. അമാന്യാണ്, പറയാനും പാടില്ല, പറയാനേ പാടില്ല, പറയേണ്ടതേ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പണ്ഡിതൻ മാത്രമല്ലേ ഉള്ളൂ. പണ്ഡിതൻ വിവരം പറഞ്ഞു തരാൻ അടിസ്ഥാനത്തിലല്ലാതെ നമ്മൾ പോയി കുമ്പസരിപ്പിക്കാൻ പണ്ഡിതനാരാ? അങ്ങനെയല്ല നമ്മുടെ ലോകത്ത് എവിടെയെങ്കിലും. വളരെ വളരെ ചിന്തിക്കണം. അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒറ്റയൊറ്റയായി എണീറ്റ് റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റുവച്ചിട്ടുണ്ട്, അവ ചെയ്തൊക്കെ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അവർ പാത്തു വെക്കും. ഇത് പറയും, പഠിച്ചോനെ എല്ലാവരും ഉറങ്ങുന്ന നേരാണ്, പഠിച്ചോനെ എൻ്റെ അടുത്ത് മുമ്പ് ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അള്ളാഹുവെ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് മാപ്പാക്കി തരണേ. ആരോട് പറയും? പറഞ്ഞേക്ക, ആരോട് പറയും? എന്തൊരു നല്ല രീതിയാണ് മനുഷ്യന്മാരെ. ഈ ഇസ്ലാം എത്ര വലിയൊരു സത്യം. നിങ്ങൾക്കിതൊരു മുസ്ലിം ആയതിൽ അഭിമാനം തോന്നുന്നില്ലേ? പഠിച്ചോനെ അള്ളാഹു നമ്മളെ മുസ്ലിം ആക്കിയില്ലേ? നോക്കൂ, നിങ്ങൾ ചിന്തിക്കുക. കുട്ടി ആരാണ്? സത്യത്തിൽ എത്ര വലിയ അബദ്ധമാണ് ക്രിസ്ത്യാനിറ്റി ഈ പട്ടം വാങ്ങിയ അച്ഛന്മാരെ കാട്ടിക്കൂട്ടുന്നത്. എത്ര വലിയ തെറ്റാണ്, എന്ത് അബദ്ധമാണിതൊക്കെ. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളാണല്ലോ അഭയ കേസുകൾ. ഉറങ്ങുന്നുണ്ടാ? നിങ്ങൾക്ക് പേടിയുണ്ടാ? അല്ല, നിങ്ങൾക്ക് പേടിയുണ്ടാ? അല്ല, നിങ്ങൾക്ക് പേടിയുണ്ടാ? അല്ലടാ, എന്തിനാടാ പേടിക്കുന്നത്? സത്യം പറയാൻ എന്തിനാടാ പേടിക്കുന്നത്? തല തെറിച്ച് പോയിക്കോട്ടെ, ഒരു ദിവസം ഏതായാലും തല പോവുമല്ലോ. എന്തിനാടാ സത്യം പറഞ്ഞിട്ട് പറയാൻ പറ്റാത്തൊരു തല ഉണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹു സത്യം പറയുന്നവർ നമ്മളെ പെടുത്തട്ടെ. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ജീവിതത്തിന് ആവലേ കാണുള്ളൂ. അത്ര അള്ളാഹു സത്യം പറയുന്നവർ ഒരു 10 മനുഷ്യന്മാരെങ്കിലും ഒന്ന് നന്നായിട്ട്, ഒരു 10 ക്രിസ്ത്യാനിയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട്, ഈ പട്ടം വാങ്ങിയ അച്ഛന്മാരെ മുന്നിൽ നടക്കുന്ന ഈ മനുഷ്യന്മാർ ഒന്ന് ചിന്തിച്ചെങ്കിൽ, അവരെയൊക്കെ ഒന്ന് ചിന്തിപ്പിച്ചിട്ട് മരിച്ചാൽ എത്ര നല്ല കാര്യമാണ്. ഈ ഗ്രന്ഥത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത കൊണ്ടാ മുസൽമാനെ ഉറുമ്പിനെ പോലെ കൊല്ലുന്നത്. അല്ലാതെ ഈ ഗ്രന്ഥത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ലോകത്തിന് ഒരു ശക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ടാ മുസൽമാനെ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. മുസൽമാനെ, എന്റെ നിനക്ക് ഈ സ്വത്വബോധം നഷ്ടപ്പെട്ടു, എന്റെ നീ നിന്നെ കുറിച്ച് ചിന്തിക്കാഞ്ഞു, എന്റെ ഈ മഹിതമായ ഗ്രന്ഥത്തിന്റെ മുന്നിൽ നീ അഭിമാനിക്കാഞ്ഞു. മുസൽമാൻ, ഇസ്ലാം എന്ന സത്യം ഊതിവീർപ്പിച്ച വയലാറിന്റെ പാട്ടുകളല്ല എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഊതിവീർപ്പിച്ച വയലാറിന്റെ പാട്ടുകൾ കേട്ടപ്പോൾ
കുറേ ആളുകൾ കമ്മ്യൂണിസ്റ്റുകളായി. ഞാൻ കമ്മ്യൂണിസത്തിന് ഈ പറയുന്ന നിങ്ങളെ ലോക്കൽ പൊളിറ്റിക്സ് പറയുകയല്ല, ഞാൻ അതല്ല എൻ്റെ ലക്ഷ്യം. പക്ഷെ ചിന്തിക്കാൻ വേണ്ടി പറയുക. എല്ലായിടത്തും വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ എന്ന പാട്ട് ഇന്ന് ഞാൻ കുറേ അങ്ങാടിയിൽ നിന്ന് കേട്ടു. എല്ലായിടത്തും ഉണ്ട്, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്ന്. വയലാറിൻ്റെ ഈ പാട്ടുകൾ പിന്നെ അവരെ അതിലേക്ക് വീഴ്ത്തി. സത്യത്തിൽ ഓടി വേർപ്പിച്ച വികാരങ്ങളെയല്ല ഇസ്ലാം മുതലെടുത്തിട്ടുള്ളത്. ഇസ്ലാം അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ മസാനിയ തഖശറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله. ഖുർആൻ നടപ്പിലാക്കിയാൽ പിന്നെ ഖുർആൻ നടപ്പിലാക്കിയ ഒരു സംസ്കൃതിയിൽ ഒരിക്കലും ലാവ്ലിൻ കേസ് ഉണ്ടാവുകയില്ല. ഖുർആനില്ലാതാവുന്ന ജനതയിൽ മാത്രമേ ഉണ്ടാവൂ, ഒരു വിഷയം ഉണ്ടാവില്ല. ഇല്ല, മദീനയിൽ ഉണ്ടായിട്ടില്ല. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് ഇല്ലല്ലോ, ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അവരൊക്കെ മദീനയിൽ പാവപ്പെട്ടവരായി നടന്നവരായിരുന്നു. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ചാട്ടവാർ വെച്ച് തലയുടെ അടിയിൽ തലയണയായി വെച്ച് ഈ തപ്പനയുടെ താഴെ കിടന്നുറങ്ങിയ മനുഷ്യനായിരുന്നു. അലക്സാണ്ട്രിയ മുതൽ സൈപ്രസ് വരെ ഭരിച്ചിരുന്ന സയ്യിദുനാ ഉമർ. സയ്യിദുനാ ഉമർ എങ്ങനെയുണ്ട്? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു മനുഷ്യൻ. പിന്നെ എന്റെ ആ മനുഷ്യന്റെ ശക്തി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന, അള്ളാഹുവിന്റെ കിതാബ് തന്നെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നമ്മൾ ഇങ്ങനെ മാറി നിന്നാ മതിയാ? ഈ സത്യം ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? എടാ, ജൂഡൻ നമ്മളെ കളിയാക്കിയില്ലേ? എന്താ മുസൽമാനെ നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കാര്യം? നമുക്ക് നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? ആരോടും അടിക്കാൻ വേണ്ടി പോകണ്ട, പക്ഷെ നമുക്ക് നമ്മോടെങ്കിലും അള്ളാഹിനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പഠിച്ചോനെ സഹായിക്കും, പഠിച്ചോനെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സഹായിക്കട്ടെ. എന്തിന്? എത്ര തവണയാ സ്കൂളിന്റെ മുകളിൽ ബോംബെറിഞ്ഞത് തെമ്മാടികളായ ഇസ്രായേലികൾ? എത്ര തവണയാ ബോംബെറിഞ്ഞത്? ആയിരക്കണക്കായ പിഞ്ചു ബാലന്മാരെ നിഷ്കരുണം കൊലപ്പെടുത്തിയില്ലേ? എന്നിട്ടും അവൻ നൽകി, അവനാണ് പേരിട്ടത്. ആര്? മുസൽമാൻ. അവര് പേരിട്ടു, മുസൽമാന് അവൻ തന്നെ പേര് നൽകി. അവൻ മുസൽമാൻ ടെററിസ്റ്റ് ആവുന്നു. ചിന്തിക്കും. കുഞ്ഞുങ്ങളെ കബന്ധങ്ങൾ എടുത്ത് അരിഞ്ഞ് നുറുക്കിയിട്ട് പട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തു. ഫറോവന്മാരും പോലും കുഞ്ഞുങ്ങളെ കൊന്നിട്ടേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായില്ല? യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും. കുഞ്ഞുങ്ങളെ കൊന്നിട്ടേ ഉള്ളൂ ഫറോവ. എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായില്ല നിങ്ങൾക്ക്? കൊന്നിട്ടേ ഉള്ളൂ. എന്തില്ല? പട്ടികറിഞ്ഞു കൊടുത്തില്ല. BC 1600 ഫറോവയേക്കാൾ തമ്മാടിയല്ലേ ഈ യഹൂദ? ചിന്തിക്കും മുസൽമാനെ, ചിന്തിക്കണേ. വിഷയത്തിലേക്ക് മടങ്ങിവാ. എന്റെ കാരണം ഈ ഒരു ഗ്രന്ഥത്തിന്റെ മുന്നിൽ എണീറ്റു നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് മക്കാരെ കുറിച്ച് വള്ളത്തോൾ പറഞ്ഞതുപോലെ തന്നെ, ഇവർക്കിരുട്ടെ പ്രിയമിത്രമൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. തന്നെ ഇന്നും നിലപാട്. തിന്മയുടെ ആളുകളുടെ നിലപാട് ഇപ്പോഴും അങ്ങനെ. മഹാകവിക്ക് ഇതിൽ ആത്മാർത്ഥത ഉണ്ടായോ എന്ന് എനിക്കറിഞ്ഞില്ല, പക്ഷെ വാക്ക് സത്യം. ഇവർക്കിരുട്ടെ പ്രിയമിത്രമൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ.
അത്ര വലിയ ഇരുട്ടിലാണ് അന്നും ഇന്നും മനുഷ്യൻ. എന്തുകൊണ്ട്? അവൻ കണ്ടതിൽ ഈശ്വരത്വം നൽകുന്നു. അവൻ അല്ലാഹു അല്ലാത്തതിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലെ ദൈവങ്ങളെ അവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ തന്നെ അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാക്കുന്നു. ചിന്തിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പറ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയാണ് അടിത്തറ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാളെയും പേടിക്കുന്നില്ല. ആരെ മാത്രം? ഹജറുൽ അസ്വദിന്റെ മുന്നിലെത്തിയപ്പോൾ സയ്യിദുനാ ഉമർ പറഞ്ഞു, ഇന്നക ഹജറും മിനൽ അഹ്ജാരി, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ഞാൻ മുഹമ്മദ് നബി നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക്, ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. ആരോട്? ഹജറുൽ അസ്വദിനോട്. കല്ലേ, ഈ ഒരു കല്ലാണ്, നിന്നെക്കൊണ്ട് ഉപകാരമില്ല, ഒന്നുമില്ല, എനിക്കറിയാം. പിന്നെ നീ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് എന്ന നിനക്ക് മുഹമ്മദ് നബി നിന്നെ ചുംബിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങാനും ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും നിന്നെ ചുംബിക്കില്ല. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞു? സയ്യിദുനാ ഉമർ. ഇവരാരായിരുന്നു മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്? ഇവരാണ് എന്ത്? കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചിരുന്നത്. ചിന്തിക്ക്. വളരെ ഇവിടേക്ക് നമ്മൾ മടങ്ങണം. ഇതാണ് അടിത്തറ. ഒരിക്കലും നിന്നെ ചുംബിക്കുന്നത്, മുഹമ്മദ് നബി നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഹജറുൽ അസ്വദിനെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. നേരെ മറിച്ച് ഇവരോ നടക്കുമ്പോൾ കിട്ടിയ മനോഹരമായ കല്ലിനെ കക്ഷത്തിൽ വെച്ച് നടക്കുമായിരുന്നു, സൗകര്യം കിട്ടിയാൽ പൂജിക്കാൻ. ഒരു അറബി എന്ത് ചെയ്തു? ഒരു അറബി യാത്രക്കിടയിൽ ഒരു വെണ്ണക്കല്ലിനെ പ്രതിമയാക്കി ദൈവമാക്കി കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ യാത്രക്കിടയിൽ അയാൾക്ക് മൂത്രശങ്ക തോന്നി. അങ്ങനെ ഉയർന്ന ഒരു സ്ഥലത്തെ ഈ ദൈവവിഗ്രഹത്തെ, ഈ ദൈവത്തിനെ പോലെ ഇയാൾ കാണുന്ന ഈ വിഗ്രഹത്തെ ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് അയാൾ മൂത്രിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. ഇയാൾ താഴേന്ന് മൂത്രിച്ച് കയറി വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ശുനകൻ ഓടി വന്നു. നായക്കൊരു സ്വഭാവമുണ്ട്. ഉയർന്ന സ്ഥലത്ത് എന്ത് നല്ല സാധനം കണ്ടാലും കാല് പൊക്കിയിട്ട് ശുനകൻ നന്നാക്കിയിട്ട് ദൈവത്തിൻ്റെ മുകളിലേക്ക് മുദ്രിക്കാം. ഇത് കണ്ടപ്പോൾ ഇയാൾ തോന്നി, എന്തൊരു കളിയാ ഞാനീ കളിക്കുന്നത്. ഇവനെ കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഈ ദൈവത്തിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൂത്രിച്ചാൽ അതൊരു മര്യാദകേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് താഴെ വെച്ചത്. നോക്കുമ്പോൾ നായ നേരിട്ട് വന്നിട്ട്, ശുനകൻ നേരിട്ട് വന്നിട്ട് പടച്ചവൻ്റെ തലയിലേക്ക്, അതിനെ പോലും തട്ടിക്കളയാൻ ഈ പടച്ചവനോട്ട് കഴിയും. ഇന്നു മുതൽ എനിക്ക് ലാത്തയും വേണ്ട, ഇന്നു മുതൽ എനിക്ക് ഉസ്സയും വേണ്ട. ഒരു അറബി കവി ഒന്നിനെ ആരാധിക്കൂല, ഒന്നിനും ഈശ്വരത്തെ കൽപ്പിക്കൂല, ഒന്നിനുമില്ല. പരിധി വിട്ട ഒരാളെയും നമിക്കൂല, ആരുടെയും നമിക്കൂല, ആരെ മുന്നിലും ഇല്ല. യുദ്ധത്തിനിറങ്ങിപ്പോയപ്പോൾ പുണ്യനബി ഒരാളെ പിടിച്ച് നേതാവാക്കി കൊടുത്തു. ഒരു സംഘം സ്വഹാബികൾക്ക് യാത്രക്കിടയിൽ ഒരു യാത്ര, ഒരാളെ പിടിച്ച്, ശ്രദ്ധിക്കുന്നുണ്ടാ, നേതാവാക്കി. നേതാവും അനുയായികളും യാത്ര തുടങ്ങിയപ്പോൾ പുണ്യനബി പറഞ്ഞു, അലൈക്കും ബിസ്സമഇ വത്വാഅ, ഈ നേതാവിനെ കേട്ടനുസരിക്കണമേ. ഇയാളെ കേൾക്കുകയും ഇയാൾ പറയുന്നത് ശ്രദ്ധിക്കുകയും ഇയാളെ അനുസരിക്കുകയും ചെയ്യണമേ എന്ന് അവിടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് നേതാവിനെ കുറിച്ച് മുഹമ്മദ് നബി ഓർമ്മപ്പെടുത്തി. ഇയാളാണ് യാത്ര കഴിഞ്ഞ് വരുന്നവരെ നിങ്ങളെ നേതാവ്. അയാൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയും അയാളെ ശ്രദ്ധിക്കുകയും അയാൾ പറയുന്നത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് യാത്ര അയച്ചു.